ഹായ് ദേവു. ഹായ് ശിവ. ആരൊക്കെയാ ഇത്? അമ്മേ, ഞാൻ ശിവന്റെ ലച്ചു ചേച്ചിനെ ഇപ്പൊ പോവാണേ. ഉം. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൊറേ ആയല്ലോ കണ്ടിട്ട്. ആ അതന്നെ, മക്കൾ ഇങ്ങനെ വരുന്നല്ലാതെ നീ ആയിട്ട് വീട്ടിക്ക് വരലുണ്ടോ? അത് ശരി, നിനക്ക് അങ്ങോട്ടും വരാലോ. ശിവ, ഗൗരി ഒന്നും വന്നിട്ടില്ലേ? ഗൗരി കുറച്ച് കഴിഞ്ഞാ വരുന്നാ പറഞ്ഞേ. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ച് നേരം വൈകിയെന്ന്. ലച്ചു ചേച്ചി, അവിടെ എന്തോരെ കടകളാന്നറിയോ? ആനയും കൊറേ പരിപാടികളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാ. പോവാ. അമ്മേ, എന്താ മക്കളെ? അമ്മ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഒറ്റക്ക് പോകണ്ട, ഒപ്പം പോവാ നമുക്ക്. എന്തോ അമ്മ ഇത്, ഞങ്ങൾ 3 പേരില്ലേ, ഞങ്ങൾ എങ്ങോട്ട് പോകില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. പോയിക്കോട്ടെ ലക്ഷ്മി. അയ്യോ, ഇവിടെ എന്ത് തിരക്കാണ്, ഇനി ഇവർ കാണാതാകുവോ? ഹേയ്, അതൊന്നുമില്ല മക്കളെ, സൂക്ഷിച്ചു പോയി വരണേ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിക്കോളി. എന്നിട്ട് വരുമ്പോഴേ ഇവിടെ വന്ന് നിന്നാ മതി, ഞങ്ങളും ഇങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് ഒപ്പം കാണാലോ. ഞങ്ങൾ പോയി വരാട്ടോ. അമ്മേ ബൈ. പോയി വാ മക്കളെ. വാവ്, എന്തോരം വലിയ ആനയാലേ ലച്ചു ചേച്ചി. എന്താ മക്കളെ, നിങ്ങൾക്ക് ആനയെ തൊടണോ? അയ്യോ വേണ്ട ചേട്ടാ, ഞങ്ങൾ വെറുതെ കാണാൻ വന്നതാ. ഞാൻ ആനയെ കൊണ്ടുപോവാ, അതാ ഞാൻ ചോദിച്ചേ. അയ്യോ, ആനനെ എങ്ങോട്ടാ കൊണ്ടുവന്നേ? ആനക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ അവിടെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ട് കെട്ടിയിടാന്ന് വിചാരിച്ച്. ഓ അങ്ങനെ. എന്നാ ശരി മക്കളെ, ചേട്ടൻ പോവാട്ടോ. അവിടെ കുറച്ച് കടകളുണ്ട്, അവിടേക്കൊന്ന് പോവാ. എനിക്ക് കുറച്ച് കമ്മലയും പൊട്ടും വാങ്ങാണ്ട്. ആ, എന്നാ എനിക്ക് വാങ്ങണം. അതിന് നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അത് പിന്നെ അമ്മ കൊടുക്കും. ഇത് ഞാൻ ശേഖരിച്ച് വെച്ച പൈസ കൊണ്ട് വാങ്ങുന്നത്, അല്ലാതെ അമ്മ വാങ്ങി തരുന്നല്ല. വേണമെങ്കിൽ നിന്റെ കയ്യിലെ പൈസ വാങ്ങാം, അമ്മയൊന്നും വാങ്ങി തരില്ല. ആ പിന്നെ എന്താ പിന്നെ ഒരു പിന്നെ ഇല്ല, നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങി. ഒരു സ്ഥലത്ത് വന്നാൽ അമ്മക്കൊരു സൗകര്യം കൊടുക്കില്ല. എനിക്ക് അത് വേണം ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കും. അതിന് ചേച്ചിക്ക് എന്താ? ഓ, ഇനി നിങ്ങൾ രണ്ടുപേരും എന്നെ തല്ലുകൂടല്ലേ? എന്തായാലും നിങ്ങൾ എന്റെ കൂടെ പോരി. ഓ, ഞാനൊന്നുമില്ല. എന്തുവാ ശിവ ഇത്? വാ, ഞാനില്ല പറഞ്ഞില്ലേ. ഇത് ശിവ കളിക്കല്ലേ. ചേച്ചിക്ക് മാത്രം പൊട്ടു കമ്മലും, എനിക്കൊന്നുമില്ല. ഓ, നിനക്ക് വാങ്ങിത്തരടി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ തന്നെ നിനക്ക് വാങ്ങിത്തരാം, പോരെ? ഓ, സത്യമാണോ ചേച്ചി? പിന്നെ വാങ്ങിത്തരാണ്ട് ഞാനല്ലാതെ പിന്നെ ആര്? താങ്ക് യു സോ മച്ച്. ഓ, നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ കാണും. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊതിയാവാ. ഇത് എപ്പോഴും കാണാൻ പറ്റൂല, ഫുൾ ടൈം വഴക്കേക്കാരം. എന്നാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹ. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. ഓക്കെ. ഹായ്. ഹായ് ശിവ. ഹായ് ദേവു. ഹായ് ലച്ചൂസ്. ഹായ് പറഞ്ഞിട്ട് എന്താണോ പറയുന്നത്? ഹായ് തിരിച്ചു പറ. ഓ, പിന്നെ നിനക്ക് ഹായ് പറയാനല്ലേ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്. ഓ, എന്നാ ശരി, ലച്ചൂസ് ഹായ് പറയണ്ട. നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞു എന്നെ ലച്ചൂസ് വിളിക്കരുതെന്ന്. എന്നെ ലച്ചു എന്ന് വിളിച്ചാൽ മതി, അല്ലെ ലക്ഷ്മിന്ന്. ഓ, എന്താടി ഇത്, നീ അങ്ങനെ ചൂടാവില്ലേ? എനിക്ക് ലച്ചൂസ് വിളിക്കാനാ ഇഷ്ടം, ഞാൻ ലച്ചൂസ് വിളിച്ചോളാം. ഓ, ഇവനെ കൊണ്ട്. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ശരി, ഉത്സവത്തിന് നീ വന്നില്ലേ, അതുപോലെ എനിക്ക് വരണ്ടേ? ആ, അങ്ങനെ പിന്നെ നീ വരണ്ട. അത് പറഞ്ഞങ്ങനെ ശരിയാവും, ഇത് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഉത്സവല്ലേ. ഓ, എന്നാ നീ വരാതൊക്കെ ചെയ്യേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ ചോദിച്ചേ? അതന്നല്ലേ ഞാൻ പറഞ്ഞു, ഉത്സവത്തിന് വന്നതാന്ന്. ഓ, അതല്ല ഞാൻ ചോദിച്ചത്, നീ ഇപ്പൊ എന്തിനാ എന്റെ മുന്നിലോട്ട് വന്നതെന്ന്. അത് പിന്നെ ലച്ചൂസിനെ അറിയില്ലേ. ഞാൻ നിന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞു എന്നെ ലച്ചൂസ് ലച്ചൂസ് വിളിക്കരുതെന്ന്. നീ ചൂടായിട്ടൊന്നും കാര്യമില്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ ലച്ചൂസ് തന്നെ വിളിക്കുള്ളൂ. ഓ.